ഇന്നലെ അത് മിഞ്ഞാന്ന് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. പാപം, രക്ഷ, വിശുദ്ധീകരണം, ദൈവത്തിന്റെ പരമാധികാരം, സർവീസ്. അതിനുശേഷം നമ്മൾ പാപത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയായത്. അതിന്റെ ആമുഖമായിട്ടാണ് 1-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള കാര്യങ്ങളിലാണ് ഞാൻ ചോദിച്ചത്. അതിനകത്ത് നിന്ന് എന്തെല്ലാമാണ് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസിനെ ദൈവം എങ്ങനെയാണ് വേർതിരിച്ചു, വിളിക്കപ്പെട്ടു, അപ്പോസ്തലനാക്കി, യേശു ക്രിസ്തുവിന്റെ ദാസനായ പൗലോസ് എന്നുള്ളത് അവിടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അതിനു മുൻപായിട്ട് ദൈവം തന്റെ പുത്രന് നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ, അതായത് നേരത്തെ തന്നെ സ്ക്രിപ്ചറിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പൗലോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്. എന്നാൽ സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലം ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു, എങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോ മുടക്കം വന്നതിന്റെ കാരണമാണ് 14-ാം വാക്യത്തിൽ പറയുന്നത്. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരൻ ആകുന്നു. അപ്പം അവിടെ പോകാഞ്ഞതിന്റെ കാരണം അറിയാത്ത സ്ഥലങ്ങളിലേക്ക് ദൈവമായ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിനെ അയച്ചിരുന്നു എന്നുള്ളതാണ്. റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിക്കുവാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഒരു ആമുഖം എന്ന നിലയിൽ അവിടെ പറയുവാനായിട്ട് ഇടയായത്. 16-17 വാക്യങ്ങളിൽ പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, കാരണം നമ്മൾ പറഞ്ഞു വിളിക്കപ്പെട്ടു, വേർതിരിച്ചു, അതുകൊണ്ട് എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. അതുകൊണ്ട് അടുത്ത പാപത്തിന്റെ വിഷയത്തിലേക്ക് നാം കടക്കുകയാണ്. അടുത്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത് നാം ആദ്യം 5 വിഷയങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് എന്ന് ഈ അധ്യായങ്ങളിലുണ്ട് എന്ന് പറഞ്ഞതിന്റെ ആദ്യത്തെ വിഷയമായ പാപത്തിലേക്ക് നാം കടക്കുകയാണ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ് പാപം എന്നുള്ളതാണ്. അപ്പൊ 18 മുതലുള്ള വാക്യങ്ങളിലാണ് അനീതി കൊണ്ട്, ഒന്ന് വായിക്കാം. അപ്പോ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും. അഭക്തി എന്ന് പറയുന്നത് വിഗ്രഹ ആരാധനയോടുള്ള ബന്ധത്തിൽ, പേഗനിസം എന്നുള്ള ബന്ധത്തിലാണ് അവിടെ പറയുന്നത്. അപ്പൊ വിഗ്രഹാരാധികളായവരെ പൊതുവെ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ് പേഗൻസ്. പേഗൻസ് എന്നുള്ളത് ഡിക്ഷണറിയിൽ നാം നോക്കിയാൽ പല ദേവന്മാരും ദേവതകളിലും വിശ്വസിക്കുന്നവർ, അവിശ്വാസികൾ എന്നീ വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദ്യകാലങ്ങളിൽ തന്നെ ദൈവം തന്നെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പൊ 3 വിധത്തിലാണ് ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടിരിക്കുന്നത്. എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഒന്ന്, തന്റെ സൃഷ്ടിയെ നോക്കിയാൽ ദൈവത്തിന്റെ മാഹാത്മ്യം വെളിപ്പെടുവാനായിട്ട് ഇടയാകും. അതിന് ആസ്പദമായി 19-ാം അധ്യായം സങ്കീർത്തനം 19-ന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശ വിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു, പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. അതിനുശേഷം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, 4-ാം വാക്യം എന്താണ്? നോക്കിയേ, ഭൂമിയിലെല്ലായിടവും അതിന്റെ അളവ് നൂലും ഭൂതലത്തിന്റെ അറ്റത്തോളം അവന്റെ വചനങ്ങളും ചെല്ലുന്നു. അപ്പോ ഒന്നാമത് അവന്റെ ക്രിയേഷൻ, ദൈവത്തിന്റെ സൃഷ്ടിയെ നോക്കിയാൽ ദൈവത്തിന്റെ മാഹാത്മ്യം അറിയാൻ പറ്റും. രണ്ടാമത് ദൈവത്തിന്റെ വചനം ഭൂലോകത്തൊക്കെയും ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചർ, ദൈവത്തിന്റെ വചനം നാം വായിക്കുകയാണെങ്കിൽ അതിൽ നിന്നും ദൈവത്തെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മൂന്നാമത്തെ ദൈവം വെളിപ്പെടുത്തിയ രീതി എന്ന് പറഞ്ഞത് നാം കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയാണ്. കർത്താവായ യേശുക്രിസ്തു വന്നത് തന്നെ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുവാനായതുകൊണ്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം വായിക്കാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ നോക്കിയ പിതാവിന്റെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന പുത്രനാണ് ദൈവത്തെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായത്. അത് നാം വായിച്ചു യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം.
നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇനി നാം വായിച്ചു വന്നതായ ആ 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്തില്ല. അപ്പോ ദൈവത്തെ അവരെ അറിയുവാനായിട്ടിടയായി, എന്നിട്ടും ആ ദൈവമെന്നോർത്ത് നന്ദി കാണിക്കുകയോ മഹത്വീകരിക്കുകയോ ചെയ്തില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ അവർ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു എന്ന് അവിടെ കാണുകയാണ്. മനുഷ്യന്റെ 3 ശത്രുക്കൾ, മനുഷ്യന് 3 ശത്രുക്കളുണ്ട്. അതെന്താണ് എന്നുള്ളത് ഒരു പാട്ടുകാരൻ പാടിയിട്ടുണ്ട്. ലോകം, പാപം, പിശാച് എന്നെ തൊടുകയില്ല. അപ്പൊ ഈ 3 എണ്ണമാണ് മനുഷ്യന്റെ 3 ശത്രുക്കൾ. ലോകം, ജഡം, പിശാച്. അവരുടെ ഹൃദയം വിവേകശൂന്യമായി പോയി എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാതെയായി പോയി. കാരണം അവർ യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് ഒരു സുവിശേഷമുണ്ട്. അത് ആർക്കെങ്കിലും അറിയാവോ? നിത്യ സുവിശേഷം എന്ന വാക്ക് എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? നിത്യ സുവിശേഷം വായിക്കാം. വെളിപ്പാട് പുസ്തകം 14-ന്റെ 6-ഉം 7-ഉം വാക്യങ്ങൾ. പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവന്റെ അടുക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. അവന്റെ അടുക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു എന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ എന്താണ് ആ നിത്യ സുവിശേഷം എന്നുള്ളത്? താഴത്തേക്ക് വായിക്കാം. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവന്റെ ന്യായവിധിയുടെ ആമേൻ. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. അതായിരുന്നു അന്നത്തെ സുവിശേഷം. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. 7-ാം വാക്യം നാം താഴത്തോട്ട് വായിക്കുമ്പോൾ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാവും. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിനെന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോ ജനം ഇത് കേൾക്കാഞ്ഞതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ നമ്മുടേതായ മനുഷ്യ രീതിയിൽ നമ്മുടെ രൂപത്തിൽ വന്ന് സുവിശേഷം പറയേണ്ടി വന്നത്. എന്നാൽ ആ സുവിശേഷം ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുക എന്നുള്ള സുവിശേഷം അത് തേജസ്സുള്ള സുവിശേഷമായിരുന്നു. അവരുടെ ഹൃദയത്തിൽ അത് ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിലെ ദൈവം അവരുടെ ഹൃദയങ്ങളെ കുരുടാക്കി കളഞ്ഞു. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. നോക്കിയ, തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിലെ ദൈവം അവരുടെ ഹൃദയത്തെ കുരുടാക്കി കളഞ്ഞു. അപ്പോ 1-ാം അധ്യായം റോമർ 1-ന്റെ 22-ൽ പറയുകയാണ്, ജ്ഞാനികൾ എന്ന് പറഞ്ഞ് അവർ മൂഢരായിപ്പോയി. കാരണം അവർക്ക് അധർമ്മ പ്രവർത്തികൾ ചെയ്യണമായിരുന്നു. അപ്പോൾ യഥാർത്ഥ ദൈവത്തെ മാറ്റി അവർക്ക് ഇഷ്ടമുള്ള ദൈവത്തെ സൃഷ്ടിപ്പാനായിട്ടിടയായി. നോക്കിക്കേ, കാരണം തങ്ങൾക്കിഷ്ടം, തങ്ങൾക്ക് ബോധിച്ചതുപോലെ ചെയ്യേണ്ടതിന് അവർ യഥാർത്ഥ ദൈവത്തെ മാറ്റിയിട്ട് തങ്ങൾക്കിഷ്ടമുള്ള ദൈവത്തെ സൃഷ്ടിപ്പാനായിട്ടിടയായി. അപ്പോൾ എന്ത് സംഭവിച്ചു? 23-ാം വാക്യം പറയുന്നു, 1-ന്റെ 23 പറയുന്നു, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ആമേൻ. അവിടെ പറയുകയാണ് എല്ലാവരും രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അപ്പോൾ വ്യാജം സൃഷ്ടിക്കുന്ന ആരാണ്? പിശാചാണ് വ്യാജം സൃഷ്ടിക്കുക. അപ്പനുമാകുന്നു എന്ന് യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് സൃഷ്ടിക്കുന്നവന്റെ സൃഷ്ടിച്ചവനെ ഭാവവിരുദ്ധമായ ഭോഗങ്ങളിലേക്ക് പോകുവാനായിട്ടിടയായി. മടിച്ചത് ദൈവം കാണും എന്നുള്ള നിശ്ചയം അവനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉൾബോധം അവനുണ്ടായിരുന്നത് കൊണ്ടാണ്. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു? ദൈവം അവരെ നികൃഷ്ടമായ, ആ വാക്യം ഒന്ന് വായിക്കാം, 25-ാം വാക്യം. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു,
സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ ഇവരെ നികൃഷ്ടമായ ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ശരിയായ തീരുമാനം എടുപ്പാൻ കഴിയാത്ത വണ്ണം അവരെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോ അവിടെ റൈറ്റ് ഡിസിഷൻ റൈറ്റ് ടൈമിൽ എടുക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് അവർ വരുവാൻ കാരണമായി തീർന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ഇനി 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പോയതിന്റെ പ്രതിഫലമായി എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം വരെ ഉചിതമില്ലാത്തത് ചെയ്യുവാൻ മൃഗിഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു. 29 മുതൽ അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദേശികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. മതി. എത്ര എണ്ണം വായിച്ചെന്നറിയാവോ? 21 കിട്ടി. 21 ഇംഗ്ലീഷിൽ 24 എണ്ണം കിട്ടും. ആണോ? 23 ഉണ്ട്. അപ്പൊ നാളെ ഒന്ന് ശരിയായിട്ട് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞാൽ മതി എത്രയാണെന്ന്. കണക്ക് തെറ്റിപ്പോണ്ട. ഓക്കെ. അപ്പോ കൂടാതെ പുതുദോഷം സങ്കല്പിക്കുന്നവർ. അപ്പൊ പാപം എന്താണ്, എങ്ങനെയൊക്കെ ആളുകൾ പാപം ചെയ്യുന്നു എന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ യേശു പറഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ട് അവിടെ. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. മതി. അപ്പൊ ഇതെല്ലാം ഇത് വന്നത് ദൈവമില്ല എന്ന് ആദ്യമേ എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്നിട്ട് തനിക്ക് ഇഷ്ടമുള്ള ദൈവത്തെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം വരുവാനായിട്ട് ഇടയായത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിൽ ജഡത്തിന്റെ പ്രവൃത്തികൾ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ 1 തിമോത്തി 1:9-10 വാക്യങ്ങളിൽ അതും കാണാൻ കഴിയും. 2 തിമോത്തി 3:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഭക്തിയുടെ വേഷം ധരിച്ച് പുറപ്പെടുന്നത് കാണുവാൻ കഴിയും. അപ്പോ ഇങ്ങനെയുള്ളവരിൽ പ്രവർത്തിക്കുന്നത് ദൈവമല്ല, പൈശാചിക ശക്തികൾ അത്രേ എന്നുള്ളത് നാം കാണുവാൻ കഴിയുന്നു. അപ്പോ 1-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ദൈവം അവരെ അശുദ്ധിക്കായിട്ട് ഏൽപ്പിച്ചു, അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. 26-ാം വാക്യത്തിൽ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, 28-ാം വാക്യത്തിൽ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു. അപ്പൊ 3 ഏൽപ്പിക്കൽ കാണുവാൻ കാരണം ദൈവം അവരെ gave them up, ദൈവം അവരെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ടിടയായി. എന്തിനൊക്കെയാണ്? ദൈവം അവരെ അശുദ്ധിക്കായിട്ട് ഏൽപ്പിച്ചു, അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. അപ്പൊ പിശാചിനെ കുറിച്ച് പൗലോസ് ഓർമ്മപ്പെടുന്നത് അവൻ ശക്തനാണെന്നല്ല, അവൻ തന്ത്രശാലിയാണെന്നാണ് പിശാചിനെ കുറിച്ച് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത്. പിശാച് ചെവിയിൽ മന്ത്രിക്കുന്ന ഒരു കാര്യമുണ്ട്. 1-ാം അധ്യായം 23-ാം വാക്യം എന്താണ്? 1-ാം അധ്യായം അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, മതി. ക്ഷയമുള്ള മനുഷ്യൻ. അപ്പോ പിശാചിന്റെ ആദ്യത്തെ വാക്ക് തന്നെ എന്തായിരുന്നു എന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പിശാചിന്റെ ആദ്യത്തെ വാക്ക് തന്നെ എന്തായിരുന്നു? നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. ഇതാണ് പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവമാക്കുവാൻ പിശാച് തന്ത്രമൊരുക്കുവാനായിട്ട് ഇടയാകും. ഈ പറയുന്നത് കേട്ടതുകൊണ്ടാണ് ഹവ്വ എന്ത് ചെയ്തത്? ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞതുകൊണ്ടാണ്
അതെടുത്ത് കഴിക്കുവാനായിട്ട് ഇടയായത്. അപ്പോ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മനുഷ്യ സ്വരൂപത്തിൽ ദൈവങ്ങളെ ഉണ്ടാക്കുവാനായിട്ട് ഇടയായി. അപ്പൊ നേരത്തെ ഓർപ്പിച്ചതുപോലെ തന്നെ തന്റെ ഇഷ്ടങ്ങൾ നിറവേറ്റുവാനാണ് ദൈവങ്ങളെ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൽ പല ദൈവങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഓരോ ദൈവങ്ങളെ നാം നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ ക്രിയകൾ അല്ലെങ്കിൽ മനുഷ്യ പ്രവർത്തികൾ ചെയ്യുന്ന ദേവന്മാരെയും ദേവതകളെയും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇത് കാരണം എന്താണെന്നറിയാമോ? മനുഷ്യൻ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനായിട്ട് ദൈവങ്ങളെ ഉണ്ടാക്കിയിട്ട് തങ്ങളുടെ ആ സ്വഭാവം ദൈവങ്ങൾക്ക് വരുത്തി കൊടുത്തു. ഞങ്ങളുടെ അവിടെ ഒരു അമ്പലമുണ്ട്, അതിൽ ഉപ്പമ്പലം എന്ന പേര്. ഉപ്പിട്ടാലേ അവിടുത്തെ ദേവൻ പ്രസാദിക്കത്തുള്ളൂ. വേറെ സ്ഥലത്ത് മദ്യം കൊടുത്താൽ മാത്രമേ അവിടുത്തെ ദേവൻ പ്രസാദിക്കത്തുള്ളൂ. അപ്പോ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ദേവീ ദേവന്മാരെ നിർമ്മിച്ചുണ്ടാക്കിയത് അത് ഉണ്ടാക്കിയ സ്ഥലത്തെ ആളുകൾക്ക് തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടക്കേണ്ടതിനാണ് അങ്ങനെ ഉണ്ടാക്കുവാനായിട്ട് ഇടയായത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോ സങ്കീർത്തനം 115 135 നമുക്ക് യഥാർത്ഥ ദൈവത്തെയും വിഗ്രഹങ്ങളെയും കമ്പയർ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവയെ ഉണ്ടാക്കുന്നവർ അവയിൽ ആശ്രയിക്കുന്നവരും അവയെ പോലെ ആകുന്നു എന്ന് അവിടെ പറയുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ കാണുന്നെങ്കിലും കാണുന്നില്ല, കേൾക്കുന്നെങ്കിലും ഗ്രഹിക്കുന്നില്ല. അപ്പോ അതുകൊണ്ട് ഈ ദിവസങ്ങളില് ആമേൻ 1 യോഹന്നാൻ 5:21 കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോടകന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോ പാപം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസിന് പറയുവാനുള്ള ഒറ്റൊരു കാര്യമേ ഉള്ളൂ. വിഗ്രഹങ്ങളോടകന്ന് അതിനനുസൃതമായ ജീവിത രീതി മാറ്റിയിട്ട് ദൈവത്തെ, അക്ഷയനായ ദൈവത്തെ അതേ നിലയിൽ നമുക്ക് ആരാധിപ്പാൻ, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുവാനായിട്ട് ജീവനുള്ള നമ്മൾ ഓരോരുത്തരും ഒരുങ്ങണമെന്നാണ് പാപ സംബന്ധമായിട്ടുള്ള വിഷയത്തിൽ അപ്പോസ്തലനായ പൗലോസിന് പറയുവാനുള്ളത്. അപ്പൊ പട്ടിക എത്രയെന്നുള്ളത് എത്രണ്ണം ഉണ്ടെന്നുള്ളത് നാളെ വ്യക്തമായിട്ട് പറയണം. ഇംഗ്ലീഷിലും മലയാളത്തിലും വായിച്ചിട്ട് എത്രണ്ണം ഉണ്ടെന്ന് താരതമ്യം ചെയ്ത് പറയണം. അപ്പൊ ഇംഗ്ലീഷിൽ ഏതാ കൂടുതലെന്നും മലയാളത്തിൽ എന്താ കുറവെന്നുള്ളതും പറയണം. ഓക്കെ, ഏതായാലും ഒരു എന്താണ് പറയുന്നത്, ഹോംവർക്ക് ഹോംവർക്ക് ആയിക്കോട്ടെ. അടുത്ത് നാളെ നമുക്ക് ധാർമ്മിക ബോധമുള്ള മനുഷ്യൻ, അതായത് നോർമൽ മാൻ എന്ന ആ വിഷയത്തിലേക്ക്, പാപത്തെ കൂടാതെ നോർമൽ മാൻ എന്നുള്ള വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ.